യാതൊരു കാറ്റുകാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോണോ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് Samvara Dode Enne
എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനെ ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു. അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലാതിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവൻ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു വന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങൾ പ്രത്യാശയ്ക്ക് വന്നു. ഞങ്ങൾ തീരെ ഇല്ലാതെ ആയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ, ജീവിതം പോലെ യാഥാർത്ഥ്യമാണ് മരണം. ജനിക്കുന്ന ഏതൊരു മനുഷ്യനോടൊപ്പവും സന്തത സഹചാരിയായി മരണം യാത്ര ചെയ്യുന്നു. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല. എന്നാൽ പലപ്പോഴും മരണത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യനോട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനം 1-ാം 21-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ കാരാഗൃഹ ലേഖനങ്ങളിൽ ഒന്നായിരിക്കുന്ന
ഫിലിപ്പ് ലേഖനം സന്തോഷത്തിന്റെ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. റോമിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസ് ശ്ലീഹ ഒന്നുകിൽ കുറ്റവാളി എന്ന് തെളിഞ്ഞ് മരണത്തിലേക്ക് അടുക്കാം, അല്ലെങ്കിൽ നിരപരാധി എന്ന് തെളിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ജീവിതത്തെയും മരണത്തെയും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവഭക്തനായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ പൗലോസ് ശ്ലീഹ വ്യക്തമായി ഓർപ്പിക്കുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പൗലോസ് ശ്ലീഹ എന്തുകൊണ്ട് മരണത്തെ ലാഭമായി കണ്ടു? ആ വാക്യത്തിൽ തന്നെ വ്യക്തമാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മാത്രമേ മരണത്തെ ലാഭമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ കർത്തൃ സഹോദരനെ സംബന്ധിച്ച് പറയുമ്പോഴും പരിശുദ്ധ സഭയുടെ അംഗമായി വിശുദ്ധ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ കൂദാശ അനുഷ്ഠാനങ്ങളിലൂടെ ക്രിസ്തുവുമായി സജീവ ബന്ധത്തിൽ വളർന്ന ഈ വ്യക്തി ക്രിസ്തുവിൽ ജീവിച്ചു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അങ്ങനെ മരണത്തെ ലാഭമായി ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിൽ വിനയപ്പെടുന്ന ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അനുഭവം മരണത്തിലൂടെ സാധിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മരണത്തെ പറ്റി ഓർപ്പിക്കുന്നത്, ഡെത്ത് ഈസ് ദ ഗോൾഡൻ കീ ടു എൻറ്റർ ദ എറ്റേണിറ്റി. നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ സ്വർണ്ണ താക്കോലായിട്ട് മരണം മാറുകയാണ്. പ്രിയമുള്ളവരെ, നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കണം. അതാണ് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അനുദിന ജീവിതത്തില് ക്രിസ്തുവുമായി സജീവമായ ബന്ധത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മാത്രമേ മരണത്തെ ലാഭമായി കാണുവാൻ, ഈ ജീവിതത്തിൽ നിന്ന് മരണത്തെ സന്തോഷത്തോടെ സ്വീകരിപ്പാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വളരെ എനിക്കറിയാം, രോഗിയായിരിക്കുന്ന സമയത്തൊക്കെ കാണുമ്പോ സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയും ജീവിതത്തെ കാണുവാൻ സാധിച്ചു. നെടുവീർപ്പുകളുടെ നടുവില് പ്രത്യാശയുടെ ആ കഷ്ടതകളെ കാണുവാനായി പ്രിയ സഹോദരന് സാധിച്ചു. ശുശ്രൂഷിക്കുന്ന കരങ്ങളെ വളരെ സ്നേഹത്തോടെ ആ പരിചരണം സ്വീകരിപ്പാൻ സാധിച്ചു. സഹോദരങ്ങളുടെയും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പരിചരണം ഏറ്റുവാങ്ങി സന്തോഷത്തോടെ, കൃതജ്ഞതയോടെ, പൂർണ്ണതയോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് പിതാവിന് സാധിക്കുകയാണ്. മനുഷ്യപ്രകാരം നോക്കുമ്പോ ഒരു കാലം കൂടി വേണമെങ്കിൽ ലോകത്ത് ജീവിപ്പാനായിട്ട് സാധിക്കുമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ജീവന്റെയും മരണത്തിന്റെയും ഉടമസ്ഥൻ ദൈവം തമ്പുരാൻ. എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മുടെ മരണം നമ്മളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ രാത്രിയില് നിന്നോട് ചോദിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിലേക്ക് പ്രവേശിക്കുമെന്ന് കർത്താവ് ആ ധനികനായ മനുഷ്യനോട് ചോദിച്ചതുപോലെ അവൻ ഒരുക്കി വെച്ചതെല്ലാം അവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് അവനെ വിളിക്കുന്നു മൂഢ എന്ന്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് മൂഢ എന്നുള്ള വിളി കേൾപ്പായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നോബൽ സമ്മാനത്തെ പറ്റി എന്റെ പിന്നിലുള്ളതായ ഒരു രഹസ്യം. ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന വ്യക്തി നോബൽ സമ്മാനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന് വലിയൊരു ഇൻവെൻഷൻ, കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടായി. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് നോബലാണ്. പക്ഷെ ഈ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം പിറ്റേ ദിവസം വന്ന വാർത്തയില്, പത്രത്തില് വാർത്ത വരികയുണ്ടായി, നോബൽ മരിച്ചു എന്ന്. പത്രം വായിച്ച നോബൽ ചിരിച്ചുകൊണ്ട് അത് കാണുകയാണ്. ഞാൻ മരിച്ചു എന്ന വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാന് അല്ലെങ്കിൽ പല നിയമ നടപടികൾ എടുക്കാനൊക്കെയും ശ്രമിക്കും. അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു, എന്താണ് ആ വാർത്തയുടെ പിന്നിൽ എഴുതിയിരിക്കുന്നത്? മരണത്തിന്റെ കാവൽക്കാരൻ, മരണത്തിന്റെ ആരാച്ചാര് എന്നെല്ലാം
നോബലിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യരെയൊക്കെ സംഹരിക്കുവാൻ സമൂഹത്തിൽ എപ്പോഴും തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതായ ഈ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ആണ് ആ സമൂഹം വിളിക്കുന്നത്, അറിയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ഒരു തീരുമാനം ചെയ്തത് മറ്റൊന്നുമല്ല, ഞാൻ മരിച്ചാൽ എന്നെ ലോകം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അറിയരുത്. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ളതായ സമ്പത്ത് മുഴുവനും നോബൽ സമ്മാനം ഏർപ്പെടുത്തി അദ്ദേഹം ജീവിതം മരിക്കുകയാണ്. ആ പണം കൊടുത്ത് ഏറ്റവും വിശിഷ്ടമായ നിലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ഈ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയതുകൊണ്ട് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിൽ ലോകം അദ്ദേഹത്തെ ഇന്ന് അറിയുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ചിന്തിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോടൊപ്പം ഒരു നിഴലായി നടക്കുന്ന മരണം നമ്മളിലേക്ക് കടന്നു വന്ന് ഈ ലോകത്ത് വേർപെട്ട് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ പിൻതലമുറക്കാർ, മക്കൾ, കൊച്ചുമക്കൾ, അല്ലെങ്കിൽ ലോകമൊക്കെയും നമ്മെ എങ്ങനെ അറിയപ്പെടും? നല്ല മധുര സ്മരണകളാണോ, അതോ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭീകരമായ ഒരു ചിത്രമാണോ നമ്മെ പറ്റി ലോകം അറിയുന്നത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നാം പോയ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുവാൻ തലമുറക്കാർക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ അതനുസരിച്ചുള്ള ജീവിതം നമ്മൾ നയിക്കണം. ഇതിനാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ കർത്താവ് പറയുന്നത് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെ ജീവിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഓരോ ദിവസത്തിലും ഓരോ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകം വിട്ടാലും അവൻ ദൈവത്തോടൊപ്പമാണ്. തിരിച്ച് വേദപുസ്തകത്തെ വളരെയധികം അർത്ഥവത്തായി സാക്ഷിക്കുകയാണ്. മരിച്ചതിന് ശേഷം നമ്മുടെ അവസ്ഥയിൽ ഒന്നുമില്ലായ്മയിലേക്കല്ല, മറിച്ച് വളരെ സന്തോഷത്തിന്റെയും വളരെ ആനന്ദത്തിന്റെയും അനുഭവമാണ് പൗലോസ് ലീഹ ഓർപ്പിക്കുന്നത്. ആ അവസ്ഥയെ പറ്റി കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ സങ്കല്പിച്ചിട്ടില്ലാത്ത ഭാഗീരമായ അവസ്ഥയിലേക്കാണ് ഇവിടുന്ന് കടന്നു പോകുന്ന നാം ഓരോരുത്തരും എത്തുന്നത്. ആ അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും സഭയായി ദൈവനമ്പരാനായി നമുക്ക് ക്രമീകരിച്ച് നൽകിയിട്ടുണ്ടായി. ആ കിട്ടിയ അവസരങ്ങളൊക്കെയും വീണ്ടും വേണം വിനിയോഗിച്ച് അർത്ഥവത്തായിട്ട് നിവൃത്തിയായ പൂർണ്ണതയോടെ, കൃതജ്ഞതയോടെ, കൃതാർത്ഥതയോടെ ഈ ഭൂമിയിൽ നമുക്ക് കടന്നു പോകാൻ സാധിക്കണം. അതുകൊണ്ട് ഈ പ്രിയ പിതാവിന്റെ ജീവിതം ദൈവസന്നിധിയിൽ വിലയേറിയതായി തീർന്നു എങ്കിൽ പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ വിലയേറിയതായി തീരുവാൻ, ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോ ആ നിത്യതയെ പ്രാപിപ്പാൻ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ സന്തോഷത്തോടെ അതിനെ സ്വീകരിപ്പാൻ ഉള്ളതായ അനുഭവം നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയോടെ കർത്താവ് അവസാന സമയത്ത് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ ഇവിടെ ആയിരിക്കുന്ന സഭയുടെ മക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഈ ആത്മാവിനെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങള്, പ്രത്യേകിച്ച് ആ സ്വർഗീയ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങള്, നൽവരങ്ങളിൽ പിതാവ് ലഭിക്കട്ടെ. പ്രത്യാശയുടെ തുറമുഖത്ത് രണ്ടാമത് വരുമ്പോ ആ മഹത്വത്തിന്റെ വസ്ത്രമണിഞ്ഞ് കയ്യിൽ കുരുത്തോലകളും പിടിച്ചുകൊണ്ട് ദൈവസന്നിധി നിൽക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഈ പിതാവും കാണുവാൻ ഇടവരുവാൻ തക്കവണ്ണം ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര ചെയ്യിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവര്, ഭവനത്തിലെ ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും എഴുന്നേൽക്കാം, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കാം. ഈ പ്രാർത്ഥനാ സമയത്തും വരുന്നവർക്ക് കണ്ടുപോകുവാനുള്ളതായ സൗകര്യം ബന്ധപ്പെട്ട ആളുകൾ ചെയ്തു വെക്കേണ്ടതാണ്. പ്രാർത്ഥനാ സമയത്തും ആളുകൾ ലൈനായിട്ട് വന്ന് തീർച്ചയായിട്ടും കണ്ട് പോകുവാൻ തക്കമുള്ള സൗകര്യപ്രദമായ ക്രമീകരണം ഒരുക്കണമെന്ന കാര്യം അറിയിക്കുന്നു. അറിയാവുന്ന പ്രാർത്ഥനകളും
ഗീതങ്ങളൊക്കെയും എല്ലാവരും ചേർന്ന് ചൊല്ലി ഈ ആരാധന ഏറ്റവും ശ്രേഷ്ഠമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നല്ല സഹകരണം പ്രത്യേകം പ്രതീക്ഷിക്കുന്നു. കർത്താവേ നീ ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവർ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഘോഷിക്കപ്പെടണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെടണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെടണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയിലേക്കുണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നിലോട്ട് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കുന്നുണ്ടാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങളുടെ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കടത്തിൽ കൽപ്പനയാൽ പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരകാല വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാർ കൊടുത്ത രക്ഷാസ്ഥാനത്ത് ചെന്നു ചേരുവാനും നിന്റെ വിശുദ്ധന്മാരുടെ വസിച്ചേന്നേക്കും ആശ്വാസം ലഭിപ്പാൻ സംഗതിയാകുകയും ചെയ്യുമാറാകണമേ. ആ സംരക്ഷകനാഥ ദേവ രാവും പകലും തിരുമുമ്പിൽ കേണേ. പൂകട്ടൻ പ്രാർത്ഥന നീ സവിത തിന്മയെ മോഹിച്ചൽ
പോകി കുഴിയപ്പെട്ടോരെ പോലായേ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കപടകപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനേ, സംഖ്യാതീതമായ നിരകളും കിണങ്ങളും പതിനായിരങ്ങളും തിരുവൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂരന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാ നിർമ്മാതാവ് നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപരജനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിനു മുമ്പാകെ വന്നു കൊടുക്കുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ ഇതിന് പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി അരുളിച്ചെയ്തിട്ടുള്ള വചനം ഞങ്ങളിലും ഇവനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത് ഭാഗം നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസുബാലോൽമീൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഓലോസെഴുതേ മശിഹായിൽ പ്രാപിച്ചോരേ മരണം ബാധിക്കൽ മശിഹാനിത്ര വശനായോർ വീണ്ടോ ഹൃദയത്തിൽ
ബലവുമായ ദൈവമായ കർത്താവേ, തിരുസേനത്തിരിക്കുന്നതിനകത്തെ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിനു വേണ്ടി ഈ സമഞ്ഞാക്കിയതായ വിദ്യ പരിമള ധൂപത്തെ കൈക്കൊണ്ട് സ്വർഗീയ ഊർസ്ലേമിൽ മോഹനീയമായ വാസസ്ഥാനങ്ങൾ ഇവനെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലുക കടും കൈപ്പാണി വരിക ജവം പോകാമുടയോ നീന്നെ ആരായോ നേനാൽ മാവോ ദാദോദേ ചൊല്ല നേരം കോരം കേരകരം കണ്ണീർ കവിളിലൊടുക്കിക്കോ ഓന്നു ശാന്തിയൊടുത്താനത്തോള തനുവേ നിവസീക ഹല്ലേലൂയ ഞാൻ വൈദേശികനന്ദേവ ആൾക്കുടയോൻ വിട്ടതിനാൻ പ്രേക്ഷിതനെന്നോ ദേവം ഭാഷിച്ചു കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും. മോഹനശ്വര മന്ദിരമേ വാഴ്ക ശോഭമേ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ബാറയ്ക്കുമോ ശുഭഹോല ബോല ബറോവല റോഹോ കാദീശോ ഹല്ലേലൂയ. ദൈവസുത വഴിയാത്രയിലെ പാതയമീയ ജഗതി പോഷകനെ പശിയിൽ നീയെ നീ പോറ്റി ഞാനെരിയരുതേ നീന്താനുരുതിരങ്ങൾ ഏന്തനുമേന്നു വാസന വീശുമ്പോ മാമോദിസ എനിക്കൊത്താൻ മൂങ്ങ തുരുന്നൗക നാഥ നിൻ കൃപ കാണണമേ. ഞാനു ധാരാത്തിൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. മിനോലം മാദമുൽ ഓല വൽമില മിന ഹല്ലേലൂയ. വേർപാടിൻ വേളയിലാത്മാം മെയ്യോടുരതയും എന്നു പ്രകാരമെനിക്കേകം ധനസമ്പാദ്യങ്ങൾ വേദനിലയത്ത് ചോദിക്കും സുഹൃതം ചെയ്തെന്നാകെ ഫലമുറവായേനെ വാസസ്ഥലവും ധനവും ഞാൻ ഓടമസ്തർക്കേ സിംഹാസന സവിധം പോകുന്നേനെ ഹല്ലേലൂയ. ചെയ്തികളറിയിപ്പാൻ മുറിയോറാകിന്മേലൈനു ആധാരെ ആർദ്ര
ആദ്രതയാൽ നാദാദേവാദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാടനിൽ നിർത്തണമേ ബലമായിവനെ നീയൻ സങ്കേതമിത്രം ചാവരളിൽ പാതാളത്തിൽ നിൻ സേവായാണ് ദൈവം. എൻ നിങ്ങളിൽ നീങ്ങി പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേ നിങ്ങൾ. വത്സലരേ സാന്യാവാഴ്വിൽ താരന്മാരെ പ്രാർത്ഥിപ്പേൻ. ഞാനിപ്പോൾ ദൈവം ചൊല്ലല്ലോ സ്ഥാനം നോക്കി പോകുന്നു. കേൾക്കുക ദേവാ നീ ശരണേ നിദ്രയിലായോ രാൽമത്തെ നിൻകൃപശോഭിക്കുന്നാളിൽ നിർത്തണമേ വലമായിവനെ. പുണ്യം നിന്മഹിമോദയ തന്നിൽ നിർത്തണമേ ബലമായിവനെ. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യാം. തുല്യം നരരുടെ നാടുകോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മാറിക്കുമോ. മിന്നോലം വാദാമിന്നോലം ശരണത്താലെ നിൻകൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവാസനമതുണർത്തണമേ. കവരേന്മധ്യാനായി സൗമൻകാരസ്കുറിയേലായി ഉയരേകുന്നു രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളേ. ജീവൻ മൃദര ഏവർക്കും നൽകുന്നു കവറുകളുള്ളിൽ അവരവരോടെഴുന്നേറ്റു ഉയരേകുന്നേ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷ്യ ജീവൻ പാതാളത്തിൽ പോവാനിന്നു മകൻ ജീവിക്കാൻ അങ്ങേതട്ടു മരിച്ചതു ഞാനെന്നും കാത്ത തന്നരുളിന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ വിപുലമാക്കണമേ. പരമനായി നോക്കി പാർക്കുന്ന മരിച്ചുപോയവരെ പുണ്യമാക്കണമേ. അബ്രഹാമിനെ സാഹിലെ യാക്കോബിനെ പ്രതിലവരെ പാർപ്പിക്കണമേ. വന്നവരും വരുന്നവരെല്ലാം വാഴ്ത്തപ്പെട്ടവരാകുന്നു എന്ന് ശരീരമാത്മാക്കൾ ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദേവാലയത്തിന്റെ വളരെ അടുത്തുള്ള ഒരു ഭവനം എന്ന നിലയിൽ ചക്കഞ്ചിറയിലെ പ്രിയപ്പെട്ട ഈ ജോയി ദേവാലയത്തോടും ദേവാലയത്തിലെ ശുശ്രൂഷകരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമൊക്കെയും കാണിച്ചതായ നല്ല പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകമായ സമയത്ത് സ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട കയലാവലച്ചനോടും ബഹുമാനപ്പെട്ട ബുദ്ധവിൽ വെച്ചോടും ബഹുമാനപ്പെട്ട പ്രതാപ്രമത്തിനോടും ചേർന്ന് അരനൂറ്റാണ്ട് കാലം പള്ളിയിലെ മധുബായിലെ ശുശ്രൂഷയിലും ഗായക സംഘത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെയും വളരെ നിറഞ്ഞ ഒരു സാന്നിധ്യമാണ് ജോയി പള്ളിക്കായി കാഴ്ചവെച്ചത് എന്നത് സന്തോഷത്തോടെ ഈ സ്ഥലത്ത് ഓർക്കുകയാണ്.
വ്യക്തിപരമായും എനിക്കും ജോലിയുമായിട്ട് വളരെ ദീർഘനാളത്തെ പരിചയമുണ്ട്. അത് ദേവാലയ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട് തന്നെയാണ്. ദേവാലയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശോക്തിയല്ല. ദേവാലയം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമായിരുന്നു. ഔദ്യോഗികമായ കൃത്യനിർവഹണമൊക്കെയും അത് ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. ദേവാലയത്തെ സ്നേഹിച്ചു. ദേവാലയത്തിന് വേണ്ടി അദ്ദേഹം തന്നാലാവതെല്ലാം പ്രവർത്തിച്ചു. ആ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വർഗത്തിൽ ദൈവത്തിനാൽ കണക്കിടട്ടെ. ദുഃഖാർത്ഥരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ല ഒരു മാതൃക കാട്ടിക്കൊടുത്തിട്ടാണ് ജോയി കടന്നു പോകുന്നത്. താൻ കാണിച്ചു തന്നതായ അശ്രേഷ്ഠമായ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണം എല്ലാ സ്നേഹനിധികളായ ആളുകൾക്കും കുടുംബാംഗങ്ങൾ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ദേവാലയത്തിൻ്റെതായ പ്രത്യേകമായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദേവാലയം വളരെ അടുത്താണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. വഴിയൊക്കെയും നിർമ്മാണപരമായ കാര്യങ്ങളിലെ പോകുന്നതിനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ പള്ളി ഉപകരണമൊക്കെ എടുത്തു പിടിച്ചുകൊണ്ട് ഒരു ലൈനായിട്ട് മുൻപോട്ടേക്ക് നീങ്ങുന്നതാണ്. ഏറ്റവും പുറകിലായിരിക്കും മധുസേനം വഹിക്കുന്നത്. അതുകൊണ്ട് ഈ പന്തൽ നിൽക്കുന്ന എല്ലാ ആളുകളും ഇപ്പോൾ തന്നെ പന്തലിൽ ഇറങ്ങി വിലാപയാത്ര ഒറ്റ ലൈനായിട്ട് ഭംഗിയായി പാട്ടുകളൊക്കെയും പാടിക്കൊണ്ട് മുൻപോട്ട് നീങ്ങണം. ഏറ്റവും പുറകില് മധുസേനം വഹിച്ചുകൊണ്ട് നീങ്ങുന്നതായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പ്രത്യാശയോടെ ഈ പ്രിയപ്പെട്ട കർത്തൃദാസന് അന്ത്യചുമം നൽകി യാത്ര അയക്കാവുന്നതാകുന്നു. വത്സലരേ ദൂര തേനിനുനൻ കൊന്നേ അരികിൽ വരെ മോതാരു പ്രാർത്ഥിച്ചിടുവേ സങ്കടകീർത്തനമേ പേർക്കായി പാടിടുവേ പ്രതിപാദ കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിനുദേ വിറകിവ നാപ്പോ ചുറ്റും വാർത്തേ തുണ ചെയ്യുവാൻ വന്നില്ലാരും വെളിപൂട്ടു നോക്കാൻ വെളിവാകും നാഥ നിന്റെ വിഗമം വലഭാഗേ നിർത്തണമെന്നേ വത്സലരേ സത്യ ഭയമാമി ദുന്നേ കഠിനഭയത ഏനഗത ദിവഗീലു ജഗദീര ക്ഷഗന മസിഹാനവ നിൻബേ ആവി തദിനാൽ ഉഗുന്നി സങ്കടപൂർവ നദിവാസികളേ ശുഭമുടുവ നീടുവേ ലോകമയേന്മ ഇല്ല ഗുണം കാലം മൂല പോകുന്നേ നൽക എന്റെ കണക്കല്ല സർവരഹസ്യ വിധിശേന്ത തിരുസന്നിധിയെ വൈരൂപ്യം സുമുഖ ഏകോ മൃതിയേ സ്നേഹിതരുടുമോ ദേപ്പോനെ ഈ പന്തൽ നിൽക്കുന്ന എല്ലാ ആളുകളും കഴിവതും ഇറങ്ങിയാട്ടെ. ഇവിടുന്ന് മെയിൻ റോഡിൽ ഇറങ്ങി ഒരു ലൈനായിട്ട് ഭംഗിയായിട്ടാണ് ഇറങ്ങുന്നത്.
വിലാപയാത്ര ഏറ്റവും അനുഗ്രഹ സമ്പൂർണ്ണമാക്കാൻ തക്കോളം നിങ്ങൾ സഹകരിക്കുക. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചുമനം കൊടുത്തു അവർ മുൻപോട്ട് പോകേണ്ടതാണ്. നാഥൻ തന്നെ പാഴുഴിലുയരും സുശാല പൂക്കൾ വസ്ത്രം കൈപണിയല്ലാത്തതു ചാട്ടിടുമ്പോൾ ദിശ നീതാ വസ്ത്രമുയർത്തിൽ ചാർത്തിയിടും പുണ്യ മക്കൾ മൃഗഹായോ ദീർഘമായൊരു ചരമപ്രസംഗം നടത്തുന്നതിനല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബമായി എടുത്തോണ്ട് പോയി ജോലിയുടെ അസുഖമായ സമയത്ത് പല ദോഷത്തിലും അമ്പലത്തിലൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എത്ര പെട്ടെന്ന് കടന്നു പോകുന്ന വിചാരിച്ചിട്ടില്ല. മരണം എപ്പോഴാണ് ആരെയാണ് പിടികൂടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രധാനമായ ഒരു വ്യക്തിയുടെ മരണശേഷം ശരീരം ദഹിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന വേറൊരു മഹാനായ വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഒരു കാര്യം അദ്ദേഹം
അദ്ദേഹത്തെ മനസ്സിലേക്ക് കടന്നുപോയത് എത്ര മഹാനായാലും ഒരു നിമിഷം നേരത്തെ അഗ്നിദ്വാരത്തിന് മുമ്പിൽ ചാരമായി പോകുന്ന പ്രധാന മാത്രത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം സ്വന്തം മനസ്സിൽ ചിന്തിച്ചു പോയി. പ്രിയപ്പെട്ട ജോലിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജോലിയുടെ പ്രവർത്തന കാലയളവിൽ ഞാൻ ഈ പ്രശ്നമായിട്ട് സാധ്യതയില്ലാത്തവരോട് കൂടുതൽ ഇടപെടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഈ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇവിടെ തന്നെ എനിക്ക് ആലോചിക്കുകയാണെങ്കിൽ ഗായക സംഘവും രൂപീകരിക്കുന്നതിന് വളരെയധികം പരിശ്രമിക്കുകയും കുട്ടികളെ പാട്ടുകാർക്ക് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണെന്നുള്ളത് ഇവിടെ ഈ ഇടവക്കാർക്ക് നന്നായി അറിയാം. എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ അദ്ദേഹത്തിന്റെ പിതാവ് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് വളരെയധികം കൂടുതൽ സ്നേഹം പുലർത്തിയെന്ന് മാത്രമല്ല ദേവാലയത്തിന് വേണ്ടി ഇവിടെ വൈദികർക്ക് വേണ്ടി മേൽപ്പട്ടക്കാർക്ക് വേണ്ടി എന്ത് കാര്യം വന്നാലും അതിനെ സ്വന്തം നിലയിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും അതിനുവേണ്ടി അക്ഷരം പരിശ്രമിക്കുകയും വ്യക്തിയായിരുന്നു. അതേ ഭാഗം തന്നെ പിന്തുടരുവാനും മക്കൾക്കും ഇടയായല്ലോ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. സാധാരണ കാലത്ത് മാറിയപ്പോൾ പൗരന്മാർക്കാലത്ത് രീതിയുണ്ട്. പഴയകാലത്ത് പിള്ളേരെ വിളിച്ചാൽ ഇങ്ങോട്ട് വരുന്ന കാലമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന കാലമാണ്. 65 വയസ്സ് പ്രായമായി പോയി തന്റെ ജീവിതകാലം അവസാനിക്കുന്നതുവരെ ബന്ധക്കാരോട് സ്വന്തക്കാരോട് മാത്രമല്ല താനും പോകുന്ന ഓർത്തഡോക്സ് സമുദായത്തോട് പോലും കൂടുതൽ സ്നേഹവും പുലർത്തി താനും യാത്രയാണ് ചെയ്യുന്നത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ ഈ ചങ്ങഞ്ചിറ കുടുംബയോഗത്തിന്റെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബയോഗം രണ്ടാണ്. കയ്യപ്പോളില്ല ചങ്ങഞ്ചിറ കുടുംബയോഗത്തിന്റെ തറവാട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് ഇവിടെ എല്ലാം പോകാറുണ്ട്. എന്നാൽ ഈ ജോലി കോട്ടയത്ത് താമസിക്കുന്ന ഒരു കാലയളവിൽ ഞാനവിടെ പോയി ജോലിയുടെ വീട്ടിൽ ചെല്ലുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഏകദേശം പോകാറുണ്ട്. ഇനി നമ്മുടെ സ്ഥലത്ത് വീട്ടിൽ വേണം. അവിടെ താമസിക്കുന്ന സ്വന്തം വീട്ടിലാണ് വാടകയ്ക്കല്ല. ഇതെല്ലാം പോയി അദ്ദേഹം പറയാറുണ്ടായിരുന്നു വീട്ടിൽ വേണമെന്ന്. അതായത് അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു. ഇവിടെ തന്നെ വീടൊക്കെ വെച്ച് ഇവിടെ താമസമാക്കി പിള്ളേരെ നേരായ വഴിയിൽ തന്നെ നടത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഇപ്പോൾ ഈ കിടപ്പില് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ, വാത്സല്യമുള്ളവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇനിയും ഒരു കാര്യം മാത്രമേ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനുള്ളൂ. നിങ്ങളെ ഇതുവരെ എത്തിച്ചു. അതാണ് മാന്യമായ രീതിയിലുള്ള സംസ്കാരത്തിലുള്ള വഴികളെല്ലാം നിങ്ങൾ ഒരുക്കി. എന്നാൽ ഇനിയും എനിക്ക് നിങ്ങളിൽ നിന്ന് ആവശ്യമായിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്തെങ്കിലും ഓർത്തുകൊള്ളണമേ എന്ന ഒരേ ഒരു അപേക്ഷയാണ് പ്രിയപ്പെട്ട ജോലിക്ക് നമ്മോടെല്ലാവരോടും പറയാനുള്ളത്. ഞാൻ ദീർഘമായി പറയുന്നില്ല. വീട്ടിൽ വെച്ചുള്ള ചരമപ്രസംഗം, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചരമപ്രസംഗം എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം അവിടെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന ഭവനത്തിലുള്ള ആളുകൾക്ക് ഇതൊരു തീരാനഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ 7-8 വർഷമായി കിടക്കലായിരുന്നു, രോഗിയായിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഗൃഹനായിക എനിക്ക് ബന്ധപ്പെട്ടതിലൂടെയാണ് ഒരു വർത്താനം പറഞ്ഞതിനോട് പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ഒരു പ്രയാസമേ ഉള്ളൂ. കാരണം അച്ഛൻ ഇവിടെ ഈ വീട്ടിൽ 7 വർഷം പറഞ്ഞെങ്കിൽ ഇനി ഒരു 7 വർഷം കണ്ടാലും എനിക്കൊരു ബലമായിരുന്നു ഈ വീട്ടിലുള്ളത്. കാരണം ഇവിടെ ആരും മക്കളാരും കൂടുതലില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അച്ഛനൊക്കെ ഉണ്ടല്ലോ, രോഗക്കിടക്കയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വെട്ടി മാറി കഴിഞ്ഞപ്പോൾ അതിന്റെ കുറവ് എനിക്ക് വളരെ വലുതാണ്, നിൽക്കാൻ പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, ജോലിയുടെ കുടുംബത്തിലുള്ള ദുഃഖത്തിലും പ്രയാസമായിരിക്കുന്ന സഹോദരങ്ങളും പ്രിയപ്പെട്ട ഭാര്യയും കുഞ്ഞുങ്ങളും അവരുടെ ദുഃഖവും അവരുടെ സങ്കടവും തീർക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന് മാത്രം അറിയിക്കുന്നു. എന്റെയും കുടുംബയോഗത്തിന്റെയും എല്ലാ ദുഃഖാചരണങ്ങളും ദുഃഖ ഓർമ്മകളും നിങ്ങളോടൊപ്പം പങ്കിടുന്നു. ദൈവം എനിക്ക് ദേവാലയത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്.
പാട്ടുകൾ ഉൾക്കൊള്ളുന്നതായ ആരാധന സഹായ പുസ്തകം ക്രമീകരിച്ചിട്ടുണ്ട്. പിടിച്ച് ആ പാട്ടുകൾ ചൊല്ലി ഈ ആരാധന ശ്രേഷ്ഠമാകുമെന്നൊക്കെ നല്ല സഹകരണം പ്രതീക്ഷിക്കുന്നു. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ ദേശം ഒന്ന്, ഭൗമികരുടെ ദേശം മറ്റൊന്ന്. സൂര്യന്റെ ദേശം ഒന്ന്, ചന്ദ്രന്റെ ദേശം മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ ദേശം വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും ദേശത്തിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. മത്സരതയെ വിതയ്ക്കപ്പെടുന്നു, അനശ്വതയെ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മാതത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗമിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗമിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനാദാം ജീവനുള്ളവരാൻ തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗമികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാവുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ തന്നെ ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ജഡരക്തം നിങ്ങൾക്ക് സ്വകരാജ് അറിയിക്കാനില്ല എന്നും
മത്സരത്തെ അനുസൃതയെ അറിയിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിന്റെ പ്രാപിക്കുകയില്ല. അവസാന കാലോതുമ്പോൾ കണ്ണമയ്ക്ക് എത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായ പുനരുദ്ധാനം ചെയ്യും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ മത്സരമാത് അനശ്വതയെയും അർത്ഥമായത് അമർത്ഥത്തെയും ധരിക്കുവാൻ പോകുന്നു. ആകായും പാർക്കുന്നു. മണക്കത്തോടും ചെയ്തെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടും നമ്മുടെ കർത്താവേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. Thank you.
പ്രിയപ്പെട്ട ചെന്നായി ഇന്ന് നമ്മുടെ യാത്ര പറയുന്ന സഹോദരനെ അപ്പച്ചൻ ബാപ്പച്ചൻ സ്നേഹിതനായിരുന്നു. എനിക്ക് അത്ര തന്നെയാണ് നാട്ടിലൊരു മരണമോ വിശേഷമുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുന്ന പറ്റുന്നുണ്ടായിരുന്നു. ആ പതിവ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ മഴ കഴിയുന്ന സമയത്തായിരുന്നു വന്നത്. മോട്ടോർ സൈക്കിളിൻ്റെ ഫോണടിച്ച് ഞാൻ കുറേമായിട്ട് നമുക്ക് സഹോദരൻ നടന്നുപോയ കാര്യങ്ങൾ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ആരാണെങ്കിലും ഈ കാര്യങ്ങളിൽ നിന്ന് പത്രം വരാൻ ലക്ഷം എൻ്റെ ജോലി ചെയ്തു. ഇത് ദൈവത്തിനോടാണ് നമുക്ക് വിശ്വസ്തത കാണിക്കുന്നത്. കർത്താവിന് മുകളിൽ നിന്ന് നമുക്ക് വിശ്വസനമായ ദാസനെ അടുത്ത വിശ്വസനായ അനുഭവത്തിനുണ്ടായിരുന്നു. എൻ്റെ യജമാന സന്തോഷത്തിൽ പ്രവേശിച്ചുള്ളതായിട്ടുള്ള അനുഭവമായ സംഭവം കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാകണം. ഇത് എനിക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പുതിയ രൂപത്തിന് അത് നമ്മൾ ചെയ്യുന്ന എല്ലാവരുടെയും എന്നെയും ഈ കാര്യം മൊത്തത്തിലുണ്ടെങ്കിൽ പറഞ്ഞെങ്കിലെല്ലാം അറിയാൻ പറ്റും. പറഞ്ഞു മാത്രം സാധാരണ പറഞ്ഞു കഴിക്കുന്നതാണ് ഏറ്റവും ഉണ്ടാകുന്നത്. ഏതായാലും ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഒരു കാര്യം. ഓരോ മരണവും പത്രത്തിൽ വായിക്കുമ്പോഴും ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴും നമ്മോട് തന്നെ ഈ ഒരുങ്ങിയിട്ടുണ്ട്. കർത്താവിനെ മീറ്റ് ചെയ്യാൻ, കർത്താവിൻ്റെ സന്ധ്യയിൽ പറഞ്ഞു പോകാൻ തടസ്സമായി എന്തെങ്കിലും നല്ല അനുഭവം എൻ്റെ പള്ളിയിലുള്ള സഹോദരൻ പ്രയാസമായി നടത്താനും മറ്റു ജീവിതത്തിൽ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളാണ് ചെയ്യാത്ത സമയത്ത് എൻ്റെ വലിയ കാര്യങ്ങളാണ് അറിയാവുന്ന വലിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രയാസങ്ങളൊക്കെ വളരെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് അതുകൊണ്ട് രസകരമുള്ള മാർഗം ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇതുപോലെ എൻ്റെ സഹോദരൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ 1956 നവംബർ മാസം 1-ാം തീയതി ഇന്ത്യക്ക് വികാരിയായിട്ട് അദ്ദേഹം ഇവിടെ ഇന്ത്യ കോളേജിൽ ശുശ്രൂഷിക്കുന്നു. എൻ്റെ സഹോദരൻ മധ്യപ്രദേശിലെ എഞ്ചിനീയറാണ്. 40 മണിക്കൂർ എങ്ങനെയുള്ളത് നമ്മുടെ രാജ്യം കോളേജിൽ ടീച്ചർ ഭാര്യയുടെ മകൻ അത്രയും ഗ്രാമങ്ങളിൽ കുട്ടികളുടെ വേണ്ടി ഇതുപോലെ ഈ നാടിൻ്റെ ഭൂമി അകത്തിൽ നിന്ന് ഒത്തുകൂടിയായിരുന്നു. അച്ഛൻ്റെ അമ്മച്ചി അതിലാകുന്ന ആശ്വാസമൊക്കെ മകൻ മരിച്ചതിനേക്കാൾ എന്നെ പ്രയാസപ്പെടുത്തിയാണ് ക്രിസ്ത്യൻ വെളിയിൽ കിട്ടിയത്. സർവസംസ്കാരം മുസ്ലിങ്ങളോട് കിട്ടാതെ പോയത്. അത് വീരവും
ജീവിതം നഷ്ടപ്പെടുന്നത് പേരുകളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ മനുഷ്യരുടെ എല്ലാ സാമ്പത്തികം ജീവിയെ ഏറ്റുകൊണ്ടിരുന്നതാണ്. എൻ്റെ മകനെയും ഇതുപോലെ ഭർത്താവ് ജീവിക്കുന്ന ദിവസമുണ്ട്. എൻ്റെ മകനെ ഭർത്താവിനെ സമീപിക്കുന്നത് കാണുന്ന ഒരു വ്യത്യാസം മനസ്സിലായ നാളെ മനസ്സിനെയും അവരുടെ അനുഭവം ഈ സമയത്താണ് ആശപ്പെടുന്നത്. മരിച്ചവർ മരണമില്ലാതെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പാപത്തിൻ്റെയും മഴ നമ്മുടെ ഒരു ആളുകളിൽ ഇല്ലാത്തൊരു സമാധാനമാണ് യേശു ക്രിസ്തു മരണം കൊണ്ടും വീടുകളിൽ കൊണ്ടും ഇങ്ങനെയുള്ള നാട്ടുപ്രദേശത്തെ അവരുടെ പ്രദേശങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മരണം വഴിയായ മരണമില്ലാതെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു ഹൃദയമുള്ള പ്രവേശിക്കുന്നു. അങ്ങനെയാണ് വലിയ ദുഃഖത്തിന് വലിയ അവസാനമല്ല, അവസാനം ദൈവസന്നിധിയിലാണ്. ഈ ഒരു വലിയ മരണമില്ലാത്തവരെ
വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴുകിപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്നറിയി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ണുമേ ദാസനിൽ നിറവേറിയിരിക്കുന്നു.
അങ്ങോട്ട്
മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരീരം ഭാക്ഷിച്ച് കർത്താവേ നൽകാശ്വാസം അനുഗ്രഹങ്ങളുടെ നിൽക്കുന്നവനോ ഞങ്ങളുടെ കർത്താവ് നിത്യദൈവവുമേ, അവിടുത്തേക്ക് സ്തുതി, അവിടുത്തേക്ക് സ്തുതി, അവിടുത്തേക്ക് സ്തുതി. കർത്താവേ, അങ്ങയുടെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ ബലഹീനതയോട് ഉത്തരമരുളി ഞങ്ങളെ വാങ്ങിപ്പോയവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ അങ്ങേലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന മിശിഹായുടെ വൃത്തിനെ ദൈവം തന്റെ നിർമ്മലമായ തർക്കരങ്ങളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനം ഈ മകന് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവ് ഈ മകന് നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യ ഹൃദയത്തിൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം ഈ മകനിൽ ദൈവം നിവൃത്തിയാക്കട്ടെ. കർത്താവ്
ഈ മകന്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായ ലോകത്തിൽ വെച്ച് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം ക്ഷമിച്ച് മായ്ച്ചു കളയുകയും ദൈവത്തിന്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരിൽ കരുണ ചെയ്യുന്നതായ സമയത്ത് ഈ മകനിലും കരുണ ചെയ്യുമാറാകട്ടെ. കൃപാലുവായ തന്നെ കോപിപ്പിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണ ആവശ്യമായി വരുന്ന ആ ദിവസത്തിൽ ദൈവം ഈ മകനിൽ കരുണ ചെയ്യുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഈ മകനെ ആനന്ദിപ്പിക്കേണ്ടവേ ആ ദരിദ്രനായ ലാസറിനോടുകൂടെ ഈ മകനെയും ആനന്ദിപ്പിക്കട്ടെ. കാരണമാവുന്ന നല്ല എണ്ണ കൊണ്ട് തങ്ങളുടെ ദൈവീഷ്ഠകൾ കെട്ടുപോകാതെ സൂക്ഷിച്ച ബുദ്ധിമതികളായ 5 കന്യകുമാരോടൊപ്പം ദൈവം ഈ മകനെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. തങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഇവന്റെ വേർപാടിൽ വിലപിച്ചും ദുഃഖിച്ചും ഇവിടെ അവശേഷിച്ചിരിക്കുന്നവരെ മശിഹാതുപരാൻ കരുണയോടെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. കർത്താവ് അവരുടെ മുഖത്തു നിന്ന കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന നീറുന്ന വേദനയും നീക്കിക്കളഞ്ഞ് അവരിൽ സത്യമുദ്ര പതിക്കുമാറാകട്ടെ. ലാസറിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ ഉയർപ്പ് മൂലം സന്തോഷിപ്പിച്ചവനായ ദൈവം ഈ മകന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കട്ടെ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവീൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവീൻ, മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവീൻ. മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ലാഭഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങളെ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ ശിംസിഹ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാതനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിനു മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിച്ചുകൊള്ളുവീനെന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളെ നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ പ്രാപിച്ച മിശിഹായുടെ ദാസന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് മകനെ തന്റെ വലതുഭാഗത്ത് വിളിച്ച് നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്തു തന്നെ അവന്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും എല്ലാം സാധിക്കുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശരണത്തിന് മേൽത്തര പ്രാപിച്ചിരിക്കുന്ന അവിടുത്തെ ദാസനും ആരാധകനുമായ ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന് മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും 2 ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ സംസ്കാര ശുശ്രൂഷയിൽ നിങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവെ, കുറ്റവും കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടേ അംഗീകരിക്കപ്പെട്ടേയും ആക്കി തീർക്കണമേ. പ്രതാവിൽ അനുഗ്രഹീതനെ സംസ്കാര ശുശ്രൂഷ സമാപിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ച വന്യ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകിച്ച് ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച വൈദികരോടും മറ്റു വിശിഷ്ട വ്യക്തികളുടേതായ സ്നേഹവും നന്ദിയും ഭവനക്കാർക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇപ്പോൾ ഭവനക്കാരുടെ സ്നേഹ ആദരവോടുകൂടി ഒരുക്കിയിരിക്കുന്ന സ്നേഹ സൽക്കാരത്തിലും എല്ലാവരും പങ്കുകൊള്ളണമെന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു.